ഇത്രയും വലിയ സരസിൽ അല്ലാഹുവേ ആ മഹാൻ പേര് പറഞ്ഞിട്ട് സ്വതക്ക പറഞ്ഞല്ല തമ്പുരാനെ, നാളെ പരലോകത്ത് അല്ലാഹുവേ അവരോടുള്ള മഹബത്ത് നമുക്കും നമ്മളോടുള്ള മഹബത്ത് അവർക്കും കൊടുത്തുകൊണ്ട് ഇനി കൂട്ടർക്കും നീ സ്വർഗം തരണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ഈ പേരുകളൊന്നും എഴുതി വെക്കും, അങ്ങോട്ട് പറഞ്ഞു പറയാൻ അല്ല ആ പേര് പറയാം. യൂറ്റി ഖാദർ അൽഹംദുലില്ലാ നമ്മുടെ മന്ത്രി 25,000 രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ഞാൻ ബാംഗ്ലൂർ പരിപാടിക്ക് പോയപ്പോൾ മോളെ കണ്ടതാണ്, ഹിഫ്ളിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ ഒരു പൊതുപ്രവർത്തകനായ മന്ത്രിയുടെ പൊന്നുമോൾ ഹിഫ്ളിന് പഠിക്കുന്നു. ഖുർആന്റെ പ്രകാശമാ കുടുംബത്തിന് കൊടുക്കണേ അല്ലാഹുവേ. പാവപ്പെട്ടവർക്ക് വേണ്ടി, സാധുക്കൾക്ക് വേണ്ടി പൊതുപ്രവർത്തനത്തിൽ നിഷ്പക്ഷമായിട്ട് കാഴ്ചയോടെ മുന്നോട്ട് വെക്കാൻ നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്, നീ തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ 25,000 രൂപ നീയത്തിലാ പ്രിയപ്പെട്ട സഹോദരന്റെ ഉമ്മയെ ഉപ്പയെ കുടുംബത്തിനെ സഹായിക്കണേ അല്ലാഹ്. മൺമറഞ്ഞു പോകുന്ന കബറുകളെ അല്ലാഹ് നീ വിശാലമാക്കണേ അല്ലാഹ്, നീ വിശാലമാക്കണേ അല്ലാഹ്. മുസ്തഫ മുനൈസ് അബ്ദുൽ ഖാദർ മോന് വേണ്ടി മുസ്തഫ എന്ന സഹോദരൻ 25,000 രൂപ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ കരുണക്കടലായ പടച്ചവനെ മുസ്തഫ എന്ന സഹോദരനെ അനുഗ്രഹിക്കുക അല്ലാഹ്. ആ സഹോദരന് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മുനൈസ് അബ്ദുൽ ഖാദറിനെ പൊന്നുമോനെ ആലിമാക്കണേ അല്ലാഹ്, ഹാഫിളാക്കണേ അല്ലാഹ്. ആ പൊന്നുമോനിന് വിഷമവും ഒരു ബേജാറും നീ കൊടുക്കല്ലേ അല്ലാഹ്, ഒരു സങ്കടവും ഒരു നൊമ്പരവും നീ കൊടുക്കല്ലേ അല്ലാഹ്. പാക്കുമാക്കും വേണ്ടി ദുആ ചെയ്യാം. മുഹമ്മദ് ഇല്യാസ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ മുഹമ്മദ് ഇല്യാസ് എന്ന സഹോദരന്റെ മനസ്സറിയുന്ന അല്ലാഹുവേ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. മുഹമ്മദ് ഇല്യാസ് എന്ന പ്രിയ കൂട്ടുകാരന്റെ ഉമ്മായും ഉപ്പായും അനുഗ്രഹിക്കണേ അല്ലാഹ്, നരകം കൊടുക്കല്ലേ അല്ലാഹ്. ഈ വലിയ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ആപത്തും നീ ആ കുടുംബത്തിന് കൊടുക്കല്ലേ അല്ലാഹ്. ഇവിടെ വന്ന് പറയാൻ മനസ്സ് കാണിച്ചല്ലോ, നിന്റെ മലക്കൂടെ സാക്ഷിയാണ്, ഈ സ്വർഗത്തിന്റെ സാക്ഷിയാണ് നാഥാ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ മുറാദുകളെ മുഴുവനും നീ ഹാസിലാക്കണേ അല്ലാഹ്. ഉമ്മയോടൊപ്പം അൽഹംദുലില്ലാഹ്. ഇബ്രാഹിം പുത്തൂർ 25,000 രൂപ. കുലൂ തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ പുത്തൂറുള്ള ഇബ്രാഹിം എന്ന സഹോദരനെ അനുഗ്രഹിക്കല്ലാ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കാരുണ്യവാനായ പടച്ചവനെ എല്ലാ നൊമ്പരങ്ങളും എല്ലാ സങ്കടങ്ങളും അല്ലാഹ് ഇതിന്റെ ബറക്കത്ത് കൊണ്ട് തീർത്തു കൊടുക്കണേ അല്ലാഹ്. കാരുണ്യവാനായ കരുണക്കടലായ രാജാതിരാജനായ പടച്ചവനെ ഇബ്രാഹിം എന്ന പ്രിയപ്പെട്ട സഹോദരന് ഉന്നതമായ പദവി കൊടുക്കണേ അല്ലാഹ്. മാരക രോഗം കൊടുത്തുകൊണ്ട് പരീക്ഷിക്കല്ലേ ഉമ്മ ഉപ്പാന്റെ പേരിൽ ദുആ ചെയ്യാ. സയ്യിദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. ഉമ്മയുടെയും ഉപ്പയുടെയും പേരിൽ ദുആരക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സയ്യിദ് 25,000 രൂപ. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സഹോദരനെ കബൂൽ ചെയ്യണേ അല്ലാഹ്, അനുഗ്രഹിക്കണേ അല്ലാഹ്. വേദനകളെ ബേജാറുകളെ സങ്കടങ്ങളെ നൊമ്പരങ്ങളെ നീ മാറ്റിക്കൊടുക്കുക അല്ലാഹ്. അല്ലാഹുവേ ആ പ്രിയപ്പെട്ട സയ്യിദ് എന്ന സഹോദരനെ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ജനുവരി മാസം 4, 5 തീയതികളിൽ പള്ളങ്കോട്, ഒന്നാമത്തെ ദിവസം മിസ്റിലെ മാണിക്യം എന്ന നഫീസുൽ മിസ്രി റളിയല്ലാഹു അൻഹു ചരിത്രം, രണ്ടാമത്തെ ദിവസം
ആത്മാവും അസ്രായിലും എന്ന മരണവും ആ റൂഹ് പിടുത്തവും അസ്രായിലിന്റെ കണ്ണ്, മൂക്ക്, വായ, ചെവി, ദ്വാരങ്ങൾ, ശരീരത്തിന്റെ ഭാഗം, തല, അതിനെക്കുറിച്ച് വിശദീകരിക്കും. കുറച്ചുകൂടെ സൗകര്യം അവർ ചെയ്യും. എല്ലാവരും വരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ദുആ ചെയ്യുന്നതിന് മുമ്പ് പിരിഞ്ഞു പോകുന്നത് വലിയൊരു നഷ്ടമാണ് നിങ്ങൾക്ക്. പിന്നെ വേദനയോടുകൂടി നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് ഞാൻ പറയാതിരിക്കുന്നതാണ്. അവസാനം പറഞ്ഞു തരുന്ന ദുആ കേട്ട് ചൊല്ലാനെങ്കിലും കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യം. ഇത്രയും വലിയൊരു അവസരം അല്ലാഹു തന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തി കളയരുത്. എല്ലാവർക്കും അറിയാം, വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ സൗകര്യം ബുദ്ധിമുട്ടൊക്കെ ഏറെയുണ്ട്. എങ്കിലും ഇൻഷാ അല്ലാഹ് നിങ്ങൾ സദയം സഹിക്കുക, ക്ഷമിക്കുക. ഒരു ചെറിയ ചരിത്രവും ഒരു ദുആയും നമുക്ക് പഠിക്കാനുണ്ട്. അല്ലാഹു അതൊക്കെ പഠിച്ച് പ്രവാചക പ്രേമം മനസ്സിനകത്ത് നിറച്ചു വെക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അബ്ദുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന അബ്ദുള്ള 25,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. കുലു തക്ബീർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അബ്ദുള്ള എന്ന പ്രിയ സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ആ കുടുംബത്തിനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരു വിഷമവും നീ കൊടുക്കല്ല തമ്പുരാനെ, ഒരു പ്രയാസവും നീ കൊടുക്കല്ല റഹ്മാനെ. അബ്ദുള്ള എന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മക്കളെ നീ ഈമാനുള്ളവരാക്കണേ അല്ലാഹ്, ഇസ്ലാമുള്ളവരാക്കണേ അല്ലാഹ്. ഒരു ചെറിയ സ്വർണ്ണ മോതിരം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് നിൽക്കുന്ന വാലന്റീൻസ് സ്ത്രീകളോട് ചോദിക്കുക. അവർക്ക് 25,000 ഒന്നും ചിലപ്പോൾ പറയാൻ കഴിയില്ല. ഭർത്താവ് ഉണ്ടാവില്ല, ഉപ്പ ഉണ്ടാവില്ല കൂടെ, അതൊന്നും തിരഞ്ഞെടുക്കാനും ചോദിക്കാനും സമയം ഉണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഉസ്താദേ, എനിക്ക് ആ കണ്ണോടെ എനിക്ക് പേടിയാ, എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കാണണം എന്ന കൊതിയോടെ ഏതെങ്കിലും സഹോദരി, കണ്ണീരോടെ, പാവപ്പെട്ട കുടുംബത്തിലെ ഏതെങ്കിലും സഹോദരിക്ക് അങ്ങനെ സ്വർണം സ്വതക്ക ചെയ്യാൻ പറ്റുമെങ്കിൽ, ഈ ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യാൻ പറ്റുമെങ്കിൽ വേഗം ഇൻഷാ അല്ലാഹ് കൊടുത്തേക്കണം. ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. അബ്ദുൾ റസാഖ് ഉമ്മാക്കും ഉപ്പാക്കും മക്കൾക്കും വേണ്ടി ദുആ ചെയ്യാൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, അബ്ദുൾ റസാഖ് എന്ന സഹോദരനെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഉമ്മായും ഉപ്പായും മക്കളെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ സഹായിക്കണേ അല്ലാഹ്, അവരെ സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഒരു വിഷമവും നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്, ഒരു നൊമ്പരവും നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രയാസവും നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്, ഒരു പ്രയാസവും നീ അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്. സാദിഖ് അല്ലേ, ഉപ്പാപ്പന്റെ പേരിൽ ഉമ്മാന്റെ പേരിൽ ദുആ ചെയ്യാം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, സാദിഖ് എന്ന സഹോദരനെ സഹായിക്കണേ അല്ലാഹ്. ആ സഹോദരന് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. 4 മാസത്തിനകത്ത് 25,000 രൂപ ഈ സംഘാടകരുടെ വിഷയത്തിന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞ് ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി കൊടുത്ത ആ സാദിഖ് എന്ന കൂട്ടുകാരനെ സഹായിക്കണേ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരന് ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്. ആ കുടുംബത്തിന്റെ വലാ മുസീബത്തുകളൊക്കെ കൊടുക്കണേ അല്ലാഹ്. ഉമ്മയുടെ ഉപ്പയുടെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. പെണ്ണുങ്ങളുടെ കാല് സുഖാൻ വേണ്ടി ഒരു സഹോദരൻ സിദ്ദീഖ് 25,000 ഞാനുമായി ബന്ധപ്പെടണം എന്നുപോലും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളെ അങ്കലാപ്പിലാക്കുന്ന ഒരു പ്രശ്നത്തോട് അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരലോകം ഏറെ പേടിച്ചിരുന്ന ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ ചരിത്രം നമുക്കറിയാം. 50 പൈസ ഹൗദിൽ വീണപ്പോ 2 രൂപ കൂലിക്ക് കൊടുത്തിട്ട് എടുത്ത മഹാനാണ്. 2 രൂപ കൊടുത്തിട്ട് ആ 50 പൈസ ഹൗദിൽ എടുത്തു. ചോദിച്ചപ്പോ പറഞ്ഞു, ഈ 50 പൈസ എനിക്കുള്ളതാണ്. നാളെ അല്ലാഹു എന്നോട് ചോദിക്കും, അതിന്റെ ഞാൻ പാഴാക്കി കളഞ്ഞതെന്ന്. അത് ഹൗദിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ അല്ലാഹു എന്നെ ശിക്ഷിക്കും. അതുകൊണ്ട് അതിൽ നിന്ന് എനിക്ക് മുങ്ങിയെടുക്കാൻ കഴിയാത്തതുകൊണ്ട് വേറെ ഒരാൾക്ക് കൂലി കൊടുത്തുകൊണ്ട് ഞാൻ എടുത്തു എന്ന് പറഞ്ഞ ശരിക്കും ബഹുമാനിക്കുന്നവരെ നിങ്ങൾ കണ്ട ഉസ്താദുമാരിൽ ഏറ്റവും പ്രകാശമുള്ള പൂമുഖമായി എന്റെ വീട് കിതാബ് നിർമ്മിക്കുന്നവന്മാരെയും ഞാൻ ഒരു ചരിത്രം വിളിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഉസ്താദിന്റെ ചരിത്ര പുസ്തകമാണ്. പ്രകാശിക്കുന്ന ഒരു കഴിഞ്ഞിട്ടില്ല. ആ സ്നേഹവും ആ ബഹുമാനവും കൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ടവരോട് പറയാൻ അൽഹംദുലില്ലാഹ് സുന്നത്തുൽ ജമാഅത്ത് വളരെ ശക്തിപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ, തൗഫീഖ് തരട്ടെ. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന സിയാറത്തുകൾക്ക് സൗകര്യമൊരുക്കാൻ, അദ്ദേഹത്തിന്റെ പൊരുത്തം കിട്ടാൻ, അൽഹംദുലില്ലാഹ് ഈ നാടിന്റെ ഈ മഹലിന് ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ പ്രിയപ്പെട്ട സംഘാടകർ നിങ്ങളോട് 4 മാസത്തെ ഒരു കാലാവധി വെച്ച് 25,000 രൂപ വീതം കുറെ സഹോദരങ്ങൾ ഇപ്പോൾ കൗണ്ടറുകൾ 4 ഭാഗത്തുണ്ട്. അതൊക്കെ ശരിക്കും ചെയ്തു കൊടുക്കുക. ഈ ഇതിലേക്ക് കുറച്ച് സ്വർണ്ണ ആഭരണങ്ങൾ തന്നു, അത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും.
മുഹമ്മദ് സാദിഖ് കണ്ണൂർ കച്ചവടത്തിലെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടി 25,000 രൂപ കുലു തക്ബീർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചവനെ ആ ബുദ്ധിമുട്ടും പ്രയാസവും നീ വലിയ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മാറ്റി കൊടുക്കണേ അല്ലാഹ്. നീ മാറ്റി കൊടുക്കണേ റഹ്മാനേ അർഹമർ റഹീമായ അല്ലാഹ്. ആ പ്രിയപ്പെട്ട സഹോദരന്റെ കച്ചവടത്തിൽ ഒരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ വലിയ സദസ്സിനെ കാണുമ്പോൾ നീ നിരാശപ്പെടുത്തില്ല അല്ലാഹ്. കുറെ പ്രശ്നങ്ങൾ കലാപത്തിൽ നടക്കുമ്പോൾ നിരപരാധികളായ കുറെ ആളുകൾ പിന്നെ വർഗീയ വലത്തിരിച്ചുകൊണ്ട് ജയിലറയിൽ കിടക്കുന്നുണ്ട്. അത് ഹിന്ദുക്കളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും നിരപരാധികളാണെങ്കിലും അവരെ വിജയിക്കാൻ വേണ്ടി നമുക്ക് ദുആ. കാരണം കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ടുകൾ ഓടി ഒളിക്കുന്നവർക്കും രക്ഷപ്പെടുന്നവർക്കും ഇപ്പോഴും ആഭാസം വളർന്ന് രക്ഷപ്പെടും. നിരപരാധികളായ പാവപ്പെട്ടവരെപ്പോഴും കുടിക്കിലകപ്പെടും. അല്ലാഹു ആ സാധുക്കളായ മുസ്ലിങ്ങളാകട്ടെ അറിയുന്നവരാകട്ടെ സാധുക്കൾ ഒരു തെറ്റ് ചെയ്യാത്തവർ ജയിലറകളിൽ കഴിയുന്നുണ്ടെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ എത്രയും പെട്ടെന്ന് മോചിപ്പിക്കുമാറാകട്ടെ. ഒരു സമാധാന അന്തരീക്ഷം അല്ലാഹു നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലും നമ്മുടെ പള്ളിയിലും നമ്മുടെ പരിസരത്തും അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സ്ത്രീ ഒരു സ്വർണ്ണ മുദ്ര ഇപ്പോൾ കൊടുത്തയച്ചു പുറത്തേക്ക് ദുആരക്കാൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ ആ പെങ്ങളെ നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആ പെങ്ങളുടെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണേ നാഥാ. അല്ലാഹുവേ ഇവിടെ ഉദ്ദേശം നിങ്ങൾ ചോദിച്ചാണോ ഈ സ്വതന്ത്രത പൂർണ്ണമായി നിറവേറ്റിക്കൊടുക്കണേ തമ്പുരാനേ. വലിയ സദസ്സിൽ നിന്ന് പ്രതീക്ഷ വെച്ചിട്ട് പറഞ്ഞതാണ് ഷോറൂമിൽ കേട്ടെ 43 ಇಂತು ಪೋಣಂಜಿ 4 300 ಪೋಣಂಜಿ 43 ಇಂತು ಮುಪ್ಪಜಿಲ್ಲ ಬಂತು ಕಮ್ಮಿ 58 നോട്ട് പറയുന്നുണ്ട് ക്യാമറ കുറച്ചെല്ലാം ഇത് എല്ലാം ഈ വലിയ സദസ്സിനെ നമുക്ക് ഉപയോഗപ്പെടുത്തി ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം തരട്ടെ. നമ്മുടെ എല്ലാ കാര്യങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു വളരെ സങ്കടത്തോടെ അത് പണ്ട് റൗളാശരീഫിന്റെ മുറ്റത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാ ദിവസവും എനിക്ക് മുത്തു റസൂലിനെ കാണണം. 1-2 ദിവസമല്ല, എല്ലാ ദിവസവും എനിക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ കണ്ടേ പറ്റും. എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കണം. ഈ കൊതിയാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ മനോഹരത്തിന്റെ കത്ത് ഇരിഞ്ഞിട്ട് അടങ്ങാതെ കത്തിയാളുന്ന പ്രവാചക പ്രേമം. അതുകൊണ്ടല്ലേ ഫാത്തിമ റളിയല്ലാഹുവിനെ കിട്ടിയത്. അലി റളിയല്ലാഹുവിനെ അറിയാം എന്നായാലും ഈ ലോകത്തിൽ നിന്ന് വിട പറയണം. പക്ഷേ ആ സമയം വരെ തന്റെ കണ്ണിലൊരു കുളിർമ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന്റെ അന്ന് മുതൽ എല്ലാ ദിവസവും മുത്ത് ഹബീബിനെ സ്വപ്നം കാണുകയാണ്. എല്ലാ ദിവസവും സ്വപ്നത്തിലൂടെ കാണുകയാണ്. ഒരു ദിവസം നോക്കുമ്പോ റൗളാശരീഫിന്റെ മുമ്പിൽ വന്നിട്ട് പൊട്ടിക്കരയുന്ന യാ ഹബീബല്ലാഹ്, ഇന്നത്തെ ദിവസം എനിക്കല്ലേ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഈ അലി എന്ത് തെറ്റ് ചെയ്ത് നബിയെ, അലി എന്ത് തെറ്റ് ചെയ്ത് നബിയെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലല്ലോ. സങ്കടത്തോടെ വേദാരോടെ പരാതി പറഞ്ഞിട്ട് തിരിച്ചു മടങ്ങുമ്പോ അലി റളിയല്ലാഹു തആല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു സ്വപ്നം കാണുകയാണ്. ആരംഭ റസൂൽ മദീനയുടെ നായക സ്വർഗ്ഗത്തിന്റെ ഒരു കൊട്ട ഈത്തപ്പഴവുമായി അലി റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. അലി റളിയല്ലാഹു തആലയോട് അല്ലാഹു റസൂൽ ചോദിക്കുന്നു, സ്വപ്നത്തിലൂടെ അലി എനിക്ക് ഈത്തപ്പഴം വേണമോ? അല്ലാഹുവേ അങ്ങയാവേ അടിയാറുന്ന പ്രിയപ്പെട്ട ഭാഗ്യവാനാണ് അല്ലാഹു, അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് തരട്ടെ. സ്വർഗ്ഗത്തിലൂടെ സുഗന്ധം കൊണ്ട് ശരീരത്തെ പുരട്ടി കൊടുത്ത എത്രയോ ആരിഫീങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ വേണ്ടി കണ്ണിന് തയ്യാറാക്കി വെച്ചു എന്ന അടിയാറുകാരാ, ഈ മധു മുഴുവനും കേട്ടിട്ട് അവസാനം പരാജയപ്പെട്ടു പോകേണ്ട എല്ലാ ബന്ധങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മദീനയിലേക്ക് കണക്ഷൻ കൊടുത്തുകൊണ്ട് മനസ്സിനെ പ്രയാസപൂരിതം വരുത്തുന്ന പ്രളയുടെ നിലകുടമാക്കി മാറ്റാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സ് വെക്കുക. അലി റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടന്നുറങ്ങിയ രാത്രി അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിന്റെ ഒരു കൊട്ട ഈത്തപ്പഴവുമായി കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ചെറിയതിനെ ഈത്തപ്പഴം വേണമോ? അലി റളിയല്ലാഹു തആല പറഞ്ഞു, എന്ത് ചോദ്യമാണ് നബിയേ, എന്ത് ചോദ്യമാണ് നബിയേ? അലിയെ സ്വർഗ്ഗത്തിന്റെ ഈത്തപ്പഴമാ, ഉറക്കത്തിലാ, സുലാസിലാ? അല്ലാഹുവിന്റെ റസൂൽ ഈത്തപ്പഴം അലി റളിയല്ലാഹു
അറിയില്ല. ഖബറിലേക്ക് മണിവാരിയിട്ട് തിരിച്ചു പോകുന്നതല്ലാതെ ഖുർആൻ ഓതാൻ സ്വലാത്തില്ല. അല്ലാഹുവേ ആർക്കും നിനക്കറിയില്ല റബ്ബേ. ഉസ്താദേ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ ഉനൈസുന്ന സഹോദരനെ പോലെ, അണിനാട് സലീമെന്ന സഹോദരനെ പോലെ, രുചി കാതെന്ന് പറയുന്ന മന്ത്രിയെ പോലെ, എന്തിനേറെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന പള്ളകോട് അന്തൂരെന്ന് പറയുന്ന സഹോദരന്റെ പ്രിയപ്പെട്ട മക്കളെ പോലെ, പൊന്നമോള് തോയ്മ എന്ന പൊന്നമോളെ പോലെ, മക്കളെ പോലെ അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട മുസ്താഖിനെ പോലെ, മുഖ്താറിനെ പോലെ, മിസ്റാഹിനെ പോലെ, മിസ്റാഹിനെ പോലെ മക്കളെ ആഫിറാക്കാനും ആലിമാക്കാനും കൊതിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തിന്റെ ഭക്ഷണം കബറിനകത്ത് നമുക്ക് കിട്ടാനാ. ഈ മംഗലാപുരം അടിയാറ് വന്നവർക്ക് അതിനുള്ള മഹാഭാഗ്യമല്ലോ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ അല്ലാഹ്. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ സ്വർഗ്ഗത്തിന്റെ ഈത്തപ്പഴമാണെങ്കിൽ പിന്നെ ചോദിക്കുന്നതെന്തിനാണ് നബിയേ? എനിക്ക് വേണം നബിയേ, എനിക്ക് വേണം നബിയേ. ആ ഈത്തപ്പഴം വാങ്ങി അലി റളിയല്ലാഹു അൻഹു കഴിക്കുമ്പോൾ എന്തോ ഒരു രുചിയാ, എന്തോ ഒരു സ്വാദാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, രണ്ടാമത് വേണമോ അലിയേ? ഒന്നുകൂടി തരട്ടെ അലിയേ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലല്ലാഹ് തരാമെന്ന് പറഞ്ഞ് കൈ നീട്ടുമ്പോൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നു പോവുകയാ. എന്നിട്ട് കരയാ തുടങ്ങി റൗളയിലേക്ക് ഓടുകയാ. ഒരു ദിവസം കാണാത്ത പരാതി പറഞ്ഞപ്പോൾ ഒരു കൊട്ട ഈത്തപ്പഴവുമായി പ്രേമത്തിന്റെ ഭാജനത്തിന്റെ പരിപൂർണതയുടെ പര്യായമായ അല്ലാഹുവിന്റെ റസൂലേ എന്ന് പറഞ്ഞ് പൊട്ടിക്കളയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അലി റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് ഇങ്ങനെ തട്ടുകയാ. എന്റെ അലിയെ കഴിയുന്നത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ നബിയേ, അല്ലാഹുവിന്റെ റസൂൽ ഇന്നലെ രാത്രിയിൽ സ്വർഗ്ഗത്തിലൂടെ വന്നിട്ട് എനിക്കൊരു മനോഹരമായ രംഗം കാണിച്ചു തന്നു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലിയെ നിന്റെ കയ്യിൽ കൊണ്ട് ഈത്തപ്പഴം ഇരിക്കുന്നുണ്ട്, നിനക്ക് വേണമോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തരൂ അലിയെ, മദീനയുടെ മുമ്പിലല്ലേ. ഉമർ റളിയല്ലാഹു അൻഹു ആ കുട്ടയിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തു കൊടുക്കുകയാ. കഴിക്കുമ്പോൾ ഇന്നലെ രാത്രിയിൽ സ്വർഗ്ഗത്തിലൂടെ അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കാതെ ഈത്തപ്പഴത്തിന്റെ രുചിയാ. അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ ഉമറേ, എനിക്കൊന്നുകൂടി തരുമോ ഉമറേ? ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ സലാത്തിന് ഞാൻ എങ്ങനെയാണ് തരിക? അല്ലാഹുവിന്റെ റസൂലിനോട് രണ്ടാമത് ചോദിച്ചിട്ട് എനിക്ക് കിട്ടിയില്ലല്ലോ, പിന്നെ ഞാൻ എങ്ങനെയാണ് നിനക്ക് രണ്ടാമത് തരിക? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സുന്നത്ത് എങ്ങനെയാ അറിഞ്ഞത്? അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് സുന്നത്തിലൂടെ ഈത്തപ്പഴം തന്നത് നീ എങ്ങനെയാ അറിഞ്ഞത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ അടുത്ത് വന്നിട്ടാ ഇതിലൂടെ നിന്റെ കയ്യിൽ വന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു സംഗതിയിൽ കോർന്നവരെ പോലെ പ്രവാചകനെ പ്രേമിക്കുന്നവരാ, ഒരു സംഗതിയിൽ കോർന്നവരെ പോലെ പ്രവാചകനെ ഇഷ്ടപ്പെടുന്നവരാ. ഒരുമിച്ച് നിന്നോ മംഗലാപുരത്തുകാരാ, അടിയാറ് വന്നവരെ, അല്ലാഹുവിന്റെ ഹബീബിനെ മനസ്സിന്റെ എടുത്തു വെച്ചോ. ഫാത്തിമ റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത 5 വരി ദുആ ഈ അടിയാറ് ഞാൻ സമർപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളെ നിങ്ങൾക്ക് രക്ഷ കിട്ടാ, നിങ്ങളെ നിങ്ങൾക്ക് വിജയം കിട്ടാ. സദസ്സിൽ വന്നവരെ ഒരുമിച്ച് ഉയരമാണ് വിജയം നേടാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ സ്വാഭാവിക അംശമാക്കാ. എപ്പോഴാണ് വിട പറയുന്നതെന്ന് പറയാൻ കഴിയാത്ത മംഗലാപുരത്ത് വളർന്ന് കിടക്കുന്നവരാപുരത്തിന്റെ ഉള്ളറയിലൂടെ കറുത്ത ചട്ടു കരഞ്ഞു വലിച്ചേറിയതുപോലെയുള്ള റോഡിലൂടെ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു കൊണ്ടുപോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടാതിരിക്കാ. ദുരന്ത ദുരിതങ്ങൾ ഇവിടെയും അവിടെയും അല്ലാഹു തരാതിരിക്കാ. ഇൻഷാ അല്ലാഹ് ആ ദുആ പഠിച്ച് സന്തോഷത്തോടെ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് പള്ളക്കോട് പ്രഭാഷണത്തിൽ അവിടെ നമുക്ക് 7:30 മുതൽ 11 മണി വരെയാണ്. എത്ര വരെയാണ് ടൈം വന്നാലും 11 മണി വരെയാണ് സമയം. ഇൻഷാ അല്ലാഹ് നിങ്ങൾ എല്ലാവരും പറയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ ഒരു പ്രത്യേകമായ പ്രോഗ്രാമാണ് ഇവിടെ. അത്രത്തോളം ആഴത്തുള്ള ഒരു നിങ്ങൾക്ക് പരമാവധി സൗകര്യം ചെയ്യും. അവിടെ പാടവും ഗ്രൗണ്ടും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എത്രത്തോളം അത് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് അറിയില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് വരണം. ഒന്നാമത്തെ ദിവസം നിസ്സറി അന്ത്യവിശ്രമം കൊള്ളുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹയുടെ ജീവിതം അൽഹംദുലില്ലാഹ് പഠിക്കണം. ആ പള്ളങ്കോട് അവസാന ദിവസം ഇങ്ങനെ അടിച്ചു വീശുന്ന ഇളമ്പെന്നൽ ഈജിപ്തിന്റെ നഫീസത്തുൽ മിസ്രിയ എന്ന ഏറ്റവും ഭംഗിയുള്ള ഗ്ലാമറുള്ള മഖാം, ആ മഖാമിന്റെ ഇളമ്പെന്നലായിരിക്കണം. രണ്ടാമത്തെ ദിവസം അസ്രായിൽ വരുന്നത് എങ്ങനെ, റൂഹ് പിടിക്കുന്നത് എങ്ങനെ, രൂപം എങ്ങനെ, ഭാവം എങ്ങനെ, അസ്രായിൽ ആരോടെങ്കിലും കരുണ കാണിച്ചിട്ടുണ്ടോ, ആരെങ്കിലും പിടിച്ചപ്പോൾ മയപ്പെടുത്തിയിട്ടുണ്ടോ, അതൊക്കെ ചർച്ച ചെയ്യുന്ന വലിയ വിഷയവും ഈമാനോട് മരിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ, ചില പ്രാർത്ഥനയുള്ളൂ. അള്ളാഹു അതൊക്കെ പഠിക്കാൻ മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ.
നമ്മുടെ ഈ സംഘാടകരുടെ അവർ പറഞ്ഞത് അത് അതിന്റെ സംഘാടകന് ഇട്ട ഫ്ലെക്സ് അല്ല, നമ്മുടെ ഇഷ്ടപ്പെട്ട കുറെ ആളുകൾ അവരുടെ അനുവാദമില്ലാതെ ഇട്ട ഫ്ലെക്സ് ആണെന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നവരുടെ സങ്കടത്തിലും നൊമ്പരത്തിലുമാണ്. അതുകൊണ്ട് ഇൻഷാല്ലാഹ് വിഷയത്തിൽ സങ്കടം വരേണ്ട അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യണം. ദുആയിലേക്ക് വരാൻ എല്ലാ സഹോദരങ്ങളും ഇൻഷാല്ലാഹ് എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ പറഞ്ഞു തരുന്ന ദുആ പറയാൻ പറ്റുന്ന ഒരു സ്വലാത്ത് ഫദ്ലി സല്ലല്ലാഹു റസൂലിന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. അല്ലാഹു റസൂൽ പറഞ്ഞു ഏത് വേണം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞു എനിക്ക് ആട് വേണ്ട, ഭക്ഷണം വേണ്ട, ജോലിക്കാരി വേണ്ട, 5 പേര് ദുആ മതി. അല്ലാഹു റസൂൽ പഠിപ്പിച്ച പഠിച്ചുകൊള്ളുക. ഈ സദസ്സിന് ഒരു ഉപകാരവും ഒരു ഉപയോഗവും ഉണ്ടാകട്ടെ. ഈ പറയുന്ന ദുആ ഇൻഷാഅല്ലാഹ് എല്ലാവരും കേട്ടിട്ടുള്ള അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റഹീമീൻ. നല്ല ദുആയാണ്. എപ്പോഴും നിങ്ങൾക്ക് ദുനിയാവിലെ അപകടങ്ങൾ മാറാൻ പരലോകത്തിന്റെ നേട്ടം കിട്ടാൻ അല്ലാഹു റസൂൽ സമ്മാനിച്ചതാണ്. ശരിക്കും ദിക്റും ദുആയൊക്കെ ഇൻഷാഅല്ലാഹ് ബാക്കി നമുക്ക് സമയം പോലെ പള്ളകൂടി പഠിക്കാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. യാ അവ്വലൽ അവ്വലീൻ യാ ആഖിറൽ ആഖിരീൻ യാ ദൽ ഖുവ്വത്തിൽ മതീൻ യാ റാഹിമൽ മസാകീൻ യാ അർഹമർ റഹീമീൻ. എത്ര ത്യാഗം സഹിച്ചു ലോകത്തിൻ നേതാവാം തോബീന ചിത്രമെൻ കൽവിൽ എന്നും തിങ്ങുന്നു കാണണം ഒന്നാം മദീന. മർഹബായ നൂറ
അതിൽ തൊട്ടുകൊണ്ട് നിരപരാധികളായ ഒരുപാട് സഹോദരങ്ങൾ കട്ടതയെ കുറിക്കുന്നു. അവരെ നീ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അമ്മ. ഉമ്മയുടെ മകനാണ്, ആങ്ങളയുടെ പെങ്ങളയുടെ ആങ്ങളയാണ്, ഭാര്യയുടെ ഭർത്താവാണ്, അള്ളാഹുവേ മുത്തയാണ്. അവരെ നീ സംരക്ഷിക്കണേ അമ്മ. അവരെ നീ സംരക്ഷിക്കണേ അമ്മ. അവരെ സഹായിക്കണേ അമ്മ. അള്ളാഹുവേ ഇവിടെ വന്ന സ്വന്തത്തെ ജമാഅത്തിന്റെ കർമ്മോത്സുകനായ പ്രവർത്തകരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അമ്മ. നീ അനുഗ്രഹിക്കണേ അമ്മ. ഇവിടെ വന്ന ഒരാളെ പോലും നീ അപകടത്തിൽ മരണപ്പെടുത്തില്ല അമ്മ. ഇവിടെ ഇതിനടുത്തൊരു വലിയ ആക്സിഡന്റ് സംഭവിച്ചു കാത്തുകൊള്ളണേ അമ്മ. ഞങ്ങളെല്ലാ ദിവസവും വാഹനത്തിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരാണ്. അള്ളാഹുവേ നീ ഞങ്ങളെ കാത്തുകൊള്ളണേ അമ്മ. അള്ളാഹുവേ ഞങ്ങളുടെ മയ്യത്ത് കൊണ്ടുവെക്കുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് തിരിച്ചറിയാൻ പറ്റാത്ത മുഖമാക്കി മാറ്റല്ലേ അല്ല. അള്ളാഹുവേ അങ്ങനെ ഒരു അവസ്ഥയിൽ നീ മരിപ്പിക്കില്ല ഉണ്ടേ. അള്ളാഹുവേ അങ്ങനെ ഒരു അവസ്ഥയിൽ നീ മരിപ്പിക്കില്ല അല്ല. അള്ളാഹുവേ പഠിച്ചവരെ ഇന്നലെ രാത്രി കോഴിക്കോട് പ്രഭാഷണം കഴിഞ്ഞിട്ട് അള്ളാഹുവെ അവിടെ നിർത്തിയിരിക്കുമ്പോൾ റഹ്മാനെ ഒരു വലിയ കാന്തർ ലോറി റോഡ് സൈഡിൽ തിരിഞ്ഞു വരുമ്പോൾ അള്ളാഹുവെ അറിയാതെ ഞങ്ങളുടെ വാഹനങ്ങൾ പേടിച്ചു പോയ ആ സമയത്ത് ഉറക്കമുള്ള വാഹനം ഓടിക്കുമ്പോൾ അപകടങ്ങളൊന്നും തരല്ലാതെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഞങ്ങളുടെ മക്കൾ കെട്ടിപ്പിടിച്ച് മുത്തം തന്ന് ഇനി എന്ന് വരും, എന്ത് കൊണ്ടുവരുമെന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവേ ഞങ്ങൾക്ക് മറുപടി പറയാൻ ഇൻഷാ അല്ലാഹ് അല്ലാതെ ഒന്നുമില്ല റബ്ബേ. നിന്റെ ഇൽമിന് വേണ്ടി ജീവിക്കുന്നവരാണ്, ഇൽമിന്റെ പ്രചാരണത്തിന് വേണ്ടി കഴിഞ്ഞുകൂടുന്നവരാണ്. അള്ളാഹുവേ അള്ളാഹുവേ നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളെ കുറിച്ച് ഒരുപാട് അപരാധങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് ആരോട് വെറുപ്പില്ല അല്ലാഹ്. ഞങ്ങളുടെ പ്രസംഗത്തിന് മണിക്കൂറിന് ലക്ഷങ്ങൾ കൊടുക്കണം, VIP മാത്രം അവരോട് ചെന്നിൽ വരൂട് എന്നൊക്കെ ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ. എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ സാധുക്കളെ പാവപ്പെട്ടവരെ സ്നേഹിക്കാൻ ഇഷ്ടപ്പെടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. അള്ളാഹു എന്ന മന്ത്രി ഇന്നലെയും മെനിഞ്ഞാന്നുമായി ഒരുപാട് പ്രാവശ്യം എല്ലാ പ്രോഗ്രാമുമായിട്ട് ഞാൻ വീട്ടിലേക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വിളിച്ചിട്ട് വരെ പോയിട്ടില്ല വരാനേ അള്ളാഹുവേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ വിനയം കൂടി സദസ്സിലേക്ക് അദ്ദേഹം വന്ന പ്രവർത്തനങ്ങളെ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രവർത്തനങ്ങൾ വിജയിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അള്ളാഹുവേ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാരി എല്ലാവരും തന്നെ അല്ലാഹ്. അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരെ നീ സഹായിക്കണേ അല്ലാഹ്. പഠിച്ചവനെ ആരാധനയിലേക്ക് അവരുടെ ഇഷ്ടത്തിൽ നീ മാറ്റില്ല തമ്പുരാനെ. ആത്മാർത്ഥമായ ആത്മീയതയുടെ സ്നേഹമാക്കണേ അല്ലാഹ്. ആത്മീയതയുടെ സ്നേഹമാക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മോത്സുകരായ പ്രിയപ്പെട്ട പണ്ഡിത പ്രമുഖരുടെ കബറിടങ്ങളെല്ലാം അല്ലാഹുവേ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. പ്രകാശിപ്പിക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ സംസ്ഥയുടെ വിശാലമായ കാപ്പിലെത്തി ഉമർ ഉസ്താദിന് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ആരോഗ്യ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. അത്തിപ്പറ്റ ഉസ്താദിന് രോഗശാന്തി കൊടുക്കണേ അല്ലാഹ്. ക്യാൻസറാണ് റബ്ബേ. എന്ന് ക്യാൻസറാണെന്ന് അറിഞ്ഞോ അന്ന് ചികിത്സ നിർത്തിയിട്ട് നിന്റെ പൊരുത്തത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ബഹുമാനപ്പെട്ടവർക്ക് അല്ലാഹുവേ കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും ആയുഷ് നീട്ടി കൊടുക്കണേ അല്ലാഹ്. ആയുസ് കൊടുക്കണേ അല്ലാഹ്. ഇവിടെ വന്ന് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. ആ കുടുംബത്തിന്റെ രാജാവ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഖബറിടം അല്ലാഹുവേ അല്ലാഹുവേ നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. നീ പ്രകാശിപ്പിക്കണേ റബ്ബേ. അല്ലാഹുവേ അവിടുത്തെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അവരൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ വർഗീയതകൾ അല്ലാഹുവേ നാം വിട്ടു തുടങ്ങിയിരിക്കുന്നു. നീ കാത്തുകൊള്ളണേ അല്ലാഹ്. കാത്തുകൊള്ളണേ അല്ലാഹ്. അല്ലാഹുവേ ഈ ജനസാഗരത്തിന് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ ഏറെ പ്രയാസമുണ്ട്. ഒരാൾക്കും ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമവും നീ കൊടുക്കല്ല അല്ലാഹ്. ഒരു പെൺകുട്ടിക്കും ഒരു സങ്കടം നീ കൊടുക്കല്ല അല്ലാഹ്. ഒരു കുഞ്ഞു മക്കൾക്കും ഒരു നൊമ്പരം നീ കൊടുക്കല്ല അല്ലാഹ്. അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അവസാനം ഞങ്ങൾ ലോകത്തോട് വിട പറയുന്നത് ഏത് ദിവസമാണെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അല്ലാഹ്. അത് നിനക്കറിയാം റബ്ബേ. ഉസ്താദ് ബാക്കി എന്നാണ് മരിക്കുക, ഇവിടെ ഇരിക്കുന്ന തങ്ങന്മാർ ഉസ്താദുമാരും കൂട്ടുകാരൊക്കെ എന്നാണ് മരിക്കുക, എല്ലാം നിനക്കറിയാം അല്ലാഹ്. ആ ദിവസം വരുമ്പോൾ അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനില്ലാതെ വരുത്തിക്കല്ല അല്ലാഹ്. ഈമാനില്ലാതെ വരുത്തിക്കല്ല അല്ലാഹ്. ഈമാനില്ലാതെ വരുത്തിക്കല്ല അല്ലാഹ്. ഞങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ മയ്യത്ത് പൊതിയാൻ നിസ്കരിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥ വരുത്തല്ല അല്ലാഹ്. അല്ലാഹുവേ കോഴിക്കോട് പാറന്നൂർ ഉസ്താദ് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതുകൊണ്ട് മരണപ്പെട്ടപ്പോൾ 20 പ്രാവശ്യമാണ് മയ്യത്ത് നിസ്കാരം നടത്തിയതല്ലോ. എന്നിട്ടും ആളുകൾ ബാക്കിയാണ് റബ്ബേ. അല്ലാഹുവേ ഞങ്ങളുടെ മയ്യത്ത് നിസ്കാരത്തിന് ഔലിയാക്കളെ തരണേ അല്ലാഹ്. ആരിഫീങ്ങളെ തരണേ അല്ലാഹ്. ഔലിയാക്കളെ തരണേ അല്ലാഹ്. അല്ലാഹുവേ നാസിരീങ്ങളെ തരണേ അല്ലാഹ്. അല്ലാഹുവേ നാടിന്റെ സംഘാടക സമിതി നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. ഓടി നടന്നതിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് ചോദ്യങ്ങളുള്ള ചെറുപ്പക്കാർ അവർക്ക് നീ ഉന്നത പദവി കൊടുക്കണേ അല്ലാഹ്.
കുടുംബങ്ങൾ അവരെ മുഴുവൻ നീ സഹായിക്കണേ അല്ല. അവർക്കൊക്കെ ദീർഘായുസ് കൊടുക്കണേ അല്ല. അള്ളാഹു അബ്ദുവിന്റെ പള്ളക്കോട്ട നാട്ടിലെ പ്രോഗ്രാം നീ വിജയിപ്പിക്കണേ അല്ല. അള്ളാഹു ആ നാട്ടുകാർ ഒരു കൊല്ലം കൊണ്ട് കാത്തിരിക്കുകയാണ്. ഒരു കൊല്ലമായി അവർക്ക് ഡേറ്റ് കിട്ടിയിട്ട് അള്ളാഹുവെ അന്തരീക്ഷം നീ അനുകൂലമാക്കി കൊടുക്കണേ അല്ല. പടച്ചവനെ ജനസാഗരത്തെ ഉൾക്കൊള്ളാൻ അവർക്ക് കഴിയുമോ എന്നറിയില്ല. എങ്കിലും അള്ളാഹുവിനെ ആഴത്തിലാക്കി കൊടുക്കണേ അല്ല. ഇവിടെ വന്ന സലീം എന്ന പ്രിയ സഹോദരനെ നീ സഹായിക്കല്ല. അദ്ദേഹത്തിന്റെ മക്കളെ നീ ആഫിലാക്കി കൊടുക്കണേ അല്ല. അഷ്റഫ് എന്ന പ്രിയ കൂട്ടുകാരൻ അള്ളാഹുവെ ഗൾഫിൽ നിന്ന് വന്ന് ഇവിടെ നിർത്താൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു അള്ളാഹുവെ ആ സഹോദരൻ ആഫിയത്ത് കൊടുക്കണേ അല്ല. ഭാര്യയുടെ രോഗം മാറ്റി കൊടുക്കണേ അല്ല. അള്ളാഹുവെ അനൂപ് കാസിം എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ സദസ്സിൽ വന്നിട്ടുണ്ട് അള്ളാഹുവെ. ആ പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയും ഉമ്മയും ഉപ്പയും കുടുംബത്തെ നീ സഹായിക്കണേ അല്ല. എല്ലാ പ്രവർത്തനങ്ങളും നീ ആഴത്തിലും റഹ്മത്തിലും ആക്കി കൊടുക്കണേ അല്ല. അള്ളാഹുവെ പടച്ചവൻ അതോടൊപ്പം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഇതുവരെ വിവാഹം കഴിക്കാൻ കഴിയാതെ 30 വയസ്സിൽ ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരനുണ്ട് അള്ളാഹുവെ. അനുയോജ്യമായ ഇടയെ നീ കൊടുക്കണേ അല്ല. അനുയോജ്യമായ ഇടയെ നീ കൊടുക്കണേ അല്ല. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളെ നീ ആഫിലിങ്ങളും ആലിമ്യങ്ങളും ആക്കണേ അല്ല. ഞങ്ങൾ മരിക്കുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് ഞങ്ങളുടെ മുമ്പ് വന്ന് നിൽക്കുന്ന മക്കളാക്കല്ല. അള്ളാഹുവെ ഒരുപാട് മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറിമാർ ഇവിടെയുണ്ടല്ല. പള്ളംകോടത്തെ യൂസുഫ് ഹാജി ഉൾപ്പെടെയുള്ള പള്ളിയുടെ പ്രവർത്തകർ, മദ്രസയുടെ പ്രവർത്തകരുണ്ട്, പ്രസിഡന്റ് സെക്രട്ടറി ഉൾപ്പെടെ ഒരുപാട് ആളുകളുണ്ട്. നീ സഹായിക്കണേ അല്ല. അള്ളാഹുവിന്റെ ഒരു കൊച്ചു കൂട്ടുകാരൻ ഈ സദസ്സിലുണ്ട്, മൻസൂർ എന്ന പേരുള്ള ആ സഹോദരന് ദീർഘായുസ് കൊടുക്കണേ അല്ല. അള്ളാഹു ഈ പ്രോഗ്രാമിന് വേണ്ടി ആദ്യം സംസാരിച്ച പാണ്ടിക്കാട് ബഷീറുദ്ദീൻ ഹസരത്ത് അള്ളാഹുവെ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പാണ്ടിക്കാട് നാസർ എന്ന കൂട്ടുകാരൻ നീ സഹായിക്കണേ അല്ലാ. രോഗം നീ മാറ്റി കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ അള്ളാഹുവെ ഇവിടെ വന്ന ഉന്നതന്മാർ, സഹോദരിമാർ, സഹോദരങ്ങൾ അവർക്കൊക്കെ നീ നേട്ടം കൊടുക്കണേ അല്ലാ. സുർക്ക പറഞ്ഞവർ 25,000 വെച്ച് കൊടുക്കാൻ വേണ്ടി കേടുമെന്ന് പറഞ്ഞവർ, ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞവർ അല്ലാ, സങ്കടങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അല്ലാ. കോഴിക്കോട് വെച്ച് കണ്ട കൈ സുഖമില്ലാത്ത, കാല് സുഖമില്ലാത്ത 2.5 വയസ്സിനകത്ത് 4 ഓപ്പറേഷൻ കഴിഞ്ഞ മുഹമ്മദ് ഹക്കം എന്ന പൊന്നുമോൻ അല്ലാഹുവെ രോഗശാന്തി കൊടുക്കണേ അല്ലാ. ആരോഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ മക്കൾക്ക് പൂർണ്ണമായി ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവെ ക്യാൻസർ എന്ന മഹാമാരി ഞങ്ങൾക്ക് തരില്ല അല്ലാ. അതിന്റെ ആ അണുക്കളുടെ അംശം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നീ കരിച്ചു കളയണേ അല്ലാ. നീ കരിച്ചു കളയണേ അല്ലാ. കരിച്ചു കളയണേ അല്ലാ. ഒരു പാവപ്പെട്ടവരാണല്ല, അവർക്ക് നീ അല്ലാതെ ആരുമില്ലല്ല. ഈ മകരാപുരം തടിയാറുള്ള സാധുക്കളെ നീ കബൂൽ ചെയ്യണേ. എത്രയോ നേരത്തെ വന്നവരാണല്ല, നീ എത്ര അകലത്ത് പോകാനുള്ളവരാണല്ല, എത്രയോ കിലോമീറ്റർ താണ്ടി വന്നവരാണല്ലോ. ഒരുപാട് ചെറുപ്പക്കാരുണ്ടല്ലോ, നിന്റെ ഹബീബിന് വേണ്ടി ജീവിച്ചു മരിക്കാനുള്ള ഭാഗ്യം നീ അവർക്ക് കൊടുക്കണേ അല്ലാ. നീ അവർക്ക് കൊടുക്കണേ അല്ലാ. നീ അവർക്ക് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് യുവാക്കളുണ്ടല്ല, വഴിതെറ്റിക്കല്ലേ അല്ലാ, വഴിപിഴപ്പിക്കല്ലേ അല്ലാ. പ്രകാശമുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പാതയിലൂടെ പാറമൂന്നി നടക്കാൻ നീ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലാ. ഭാഗ്യം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, തിരുവനന്തപുരം, കേരളത്തിന്റെ തിരുവനന്തപുരത്തിൽ നിന്ന് അല്ലാഹുവേ ഈ വീഡിയോ റെക്കോർഡിങ്ങിന് സ്ക്രീൻ വെക്കാനും വേണ്ടിയിട്ട് വന്ന കമലാസുറിയ ബുക്കുസ്റ്റാറിന്റെ സ്റ്റാഫുകളാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് ആരെയും ഇവിടെ പരിചയമില്ല, നിന്നെ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നവരാണ്. അവരെ നീ സ്നേഹിക്കണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. അവർക്ക് ഭക്ഷണം കൊടുത്ത, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്ത് ഇവിടുത്തെ സംഘാടകരെ നീ സഹായിക്കണേ അല്ലാ. അവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഇത് ഞങ്ങളുടെ ജീവിതത്തിന്റെ അവസാനത്തെ മജ്‌ലിസാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് മജ്‌ലിസിൽ പോകണമല്ല, ഒരുപാട് ദുആ ചെയ്യണമല്ല, ഒരുപാട് സ്വലാത്ത് ചെല്ലണമല്ല, ഒരുപാട് കരയണമല്ല. നീ തൗഫീഖ് തരണേ അല്ലാ. ഇവിടെ വന്ന ജനസാഗരത്തിൽ ആലിമീങ്ങളുണ്ടല്ല, ഒരുപാട് ആലിമീങ്ങളുണ്ടല്ല. അവരെ നീ ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. ഉഖ്റവിയായ ആലിമീങ്ങളാക്കണേ അല്ലാ. അല്ലാഹുവേ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബുഖാരി ദർസിലെ തൊണ്ടയിൽ നിന്ന് കഫം വന്നാൽ പുറത്തു പോയി തുപ്പിയാൽ ആ സമയം പാഴാക്കിയതിന്റെ പേര് അല്ലാഹ് ചോദ്യം ചെയ്യുമെന്ന് പേടിച്ചിട്ട് തട്ടത്തിൽ തുപ്പിയിട്ട് ജീവിച്ച കാളമ്പാടി ഉസ്താദിനെ പോലെ സൂക്ഷ്മതയുള്ളവരാക്കി ഞങ്ങളുടെ പണ്ഡിതന്മാരെ നീ മാറ്റണേ അല്ലാഹുവേ. ദുനിയാവിന് വേണ്ടി നിന്നെ കച്ചവടം ചെയ്യുന്നവരാക്കല്ലേ അല്ലാ. അല്ലാഹുവേ പേടിക്കാൻ തോന്നിക്കത അല്ലാ. ഖബറും മരണവും പരലോകവും മനസ്സിനകത്ത് ഒന്നും കൊണ്ട് നടക്കാൻ തോന്നിക്കത അല്ലാ. റബ്ബേ അല്ലാഹുവേ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ. നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ. സാധുക്കളായ നിങ്ങൾക്ക് മരിക്കുന്നത് വരെ കൃത്യമായി ഇബാദത്ത് ചെയ്യാൻ തൗഫീഖ് തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കണ്ണുകൾ
ഇനി ഒരിക്കലും നഗ്നത കാണൂല അല്ലാ. ഞങ്ങൾക്ക് നിന്റെ ഹബീബിനെ വേണം അല്ലാ. ആ ഭൂമുഖം ഒന്ന് കാണണം അല്ലാ. തൗഫീഖ് താ അല്ലാ, തൗഫീഖ് താ അല്ലാ, തൗഫീഖ് താ അല്ലാ. അല്ലാഹുവേ മസ്ജിദുൽ അഖ്സ നീ ഞങ്ങൾക്ക് തിരിച്ചു തരണേ അല്ലാ. ബാബരി മസ്ജിദ് ഞങ്ങൾക്ക് തിരിച്ചു തരണേ അല്ലാഹുവേ. പാവപ്പെട്ട ഞങ്ങൾക്ക് ഇന്നും നഷ്ടങ്ങൾ മാത്രമാണ്. ഞങ്ങൾക്ക് ഒത്തിരി പ്രദാനം ചെയ്യണേ അല്ലാ, ഖുവ്വത്ത് പ്രദാനം ചെയ്യണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ നാട്ടിലുള്ള ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് ഞങ്ങളുടെ സ്നേഹം തിരിച്ചറിയാൻ തൗഫീഖ് തരണേ അല്ലാ. ഒരു പൂച്ച കിടന്നുറങ്ങുമ്പോൾ ചാടി എഴുന്നേൽക്കാതെ പൂച്ചയ്ക്ക് വേണ്ടി കാത്തിരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ നീ തരണേ അല്ലാ, നീ തരണേ അല്ലാ, നീ തരണേ അല്ലാ. നിന്റെ ഹബീബ് സാധാരണ മനുഷ്യനാണെന്ന് ഞങ്ങളുടെ നാവ് കൊണ്ട് പറയിപ്പിക്കാൻ ഇടവരുത്തല്ല അല്ലാ. അങ്ങനെയുള്ള ധിക്കാരികളാക്കി ഞങ്ങളെ മറ്റല്ല അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ മരണപ്പെട്ട് കബറിലേക്ക് പോയാൽ എല്ലാവരും കബറിന്റെ അടുത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ ഞങ്ങളുടെ മക്കൾ എങ്ങും പോകാതെ എന്റെ വാപ്പച്ചിക്ക് സ്വർഗം കൊടുക്കല്ല, എന്റെ ഉമ്മച്ചിക്ക് സ്വർഗം കൊടുക്കല്ല എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ, എന്ന് ദുആ ചെയ്യുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ നീ എത്തിങ്ങളാക്കല്ല. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളില്ലെങ്കിൽ അവർക്ക് കരയേണ്ടി വരുമല്ല, അവർക്ക് നല്ല ഭക്ഷണം കിട്ടൂലല്ല, അവർക്ക് നല്ല വീടുണ്ടാവൂലല്ല. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എത്തിങ്ങളാക്കല്ല. പഠിച്ചവരെ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ മക്കളെ മരിപ്പിച്ചുകളല്ല, അവരെ എങ്ങനെ ഞങ്ങൾക്ക് അറിയിക്കൊണ്ട് വെക്കുമല്ല. അല്ലാഹുവേ അല്ലാഹുവേ തോയുമായി നന്ദുവിന്റെ പൊന്നുമോള് അതുപോലെ ബാക്കിയുള്ള പ്രിയപ്പെട്ട റാസിയെ പോലെയുള്ള പ്രിയപ്പെട്ട മക്കൾ അല്ലാഹു അവരെ സഹായിക്കണേ അല്ല. അവരെ കളിയിൽ ചിരിയൊക്കെ കാണുമ്പോൾ അല്ലാഹുവേ ഞങ്ങൾക്ക് പേടിയാവുകയാണ്. പെട്ടെന്നുള്ള മരണം നീ അവർക്ക് ഞങ്ങൾക്ക് തരല്ലേ അല്ല. അല്ലാഹു ഞങ്ങൾ ആരെ സ്നേഹിച്ചാൽ നിന്റെ ദീനിന്റെ പേരിൽ മാത്രമാക്കണേ അല്ല. പണത്തിന് വേണ്ടി ആക്കല്ല അല്ല, അധികാരത്തിന് വേണ്ടി ആക്കല്ല അല്ല, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ആക്കല്ല അല്ല. റബ്ബേ ഈ ദുആ നീ സ്വീകരിക്കല്ല, ഈ ദുആ നീ സ്വീകരിക്കല്ല, ഈ ദുആ നീ സ്വീകരിക്കല്ല. അല്ലാഹുവേ നല്ല രീതിയിൽ ഇവിടെ മൈക്ക് സെറ്റ് ഓപ്പറേറ്റ് ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തിനെ നീ സഹായിക്കണേ അല്ല. ആ സഹോദരനെ നീ അനുഗ്രഹിക്കണേ അല്ല. അല്ലാഹുവേ ആ സഹോദരൻ എല്ലാ വിജയങ്ങളും നീ കൊടുക്കണേ അല്ല, എല്ലാ നേട്ടങ്ങളും നീ കൊടുക്കണേ അല്ല. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കല്ല. അല്ലാഹു ഇന്ന് പകൽ സമയത്ത് എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, ഞാൻ വൈകുന്നേരം പള്ളക്കോടത്തിയിട്ട് അവിടെ ഇങ്ങോട്ട് വരാൻ നേരത്തിനോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരങ്ങൾ സുഹൃത്തുക്കൾ, അല്ലാഹു അവരുടെ ഓരോ ആവശ്യങ്ങൾ അവരുടെ ഓരോ ആവലാതികളൊക്കെ നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല. ഇവിടെ ഒരുപാട് ആളുകൾ എഴുതി ഒരുപാട് സങ്കടങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടല്ല, സാമ്പത്തികം പറഞ്ഞ നമ്പരങ്ങളുണ്ടല്ല, എല്ലാം നീ പരിഹരിച്ചു കൊടുക്കണേ അല്ല. അല്ലാഹു ഹജ്ജിന് പോകാൻ ഉംറയ്ക്ക് പോകാൻ തൗഫീഖ് തരണേ അല്ല. അല്ലാഹു മൻസൂറനായ ഖൈറുൻ നാസിരീൻ. ഇവിടെ വന്ന സയ്യിദന്മാരെ, ഇവിടെ വന്ന ഉസ്താദുമാരെ, ഇവിടെ വന്ന സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകരെ എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാ. ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നാളെ കോഴിക്കോട് കുറ്റിക്കാട്ടൂരി തീരുമാനയിലാണ് പരിപാടി. ഇൻഷാ അല്ലാഹ്